അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കട്ട് ചെയ്യാം. എന്താ കണ്ടത്തില്ല, കാരണം ഒരു ചൂടാണ പോലെ കണ്ടാൽ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിന്ത എവിടെ ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പം പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തിരിഞ്ഞു നിൽക്കണം. നടത്തം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോ വീട്ടിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. വരുന്നു ആ ചങ്ങാതി ഇന്നും ചായ കുടിക്കാൻ. അതൊരു വികലമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അത് നാട്ടിന്റെ എന്തിനാ നാട്ടിലേക്ക് പോണത്? വീട്ടിൻ്റെ പ്രശ്നം. കല്യാണം കഴിഞ്ഞ 60 വയസ്സാകുമ്പോഴല്ല തുടങ്ങേണ്ടത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേകമായ ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും പല ആൾക്കാരെ ഈ നടന്നു പോകുമ്പോഴൊക്കെ എതിർന്ന് കാണുമ്പോൾ വിഷ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന് മുന്നിൽ കൂടി പോകുമ്പോൾ അവർ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വിഷ് ചെയ്യും. ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും. അത് എന്തുകൊണ്ടായിരിക്കാം? എന്തെങ്കിലും കാരണവശാൽ അവർ വേറെ എന്തെങ്കിലും ചിന്തയിലൊക്കെ ആവാം, അല്ലേ? ഗൗരവപ്പെട്ട ചിന്ത വരുമ്പോൾ പതിവുള്ള ആളെ കാണുമ്പോൾ ഹായ് എന്ന് പറയാൻ മറക്കും. അതല്ലാത്ത രീതിയിൽ പെർമനൻ്റായിട്ട് ബോധപൂർവം മറക്കുന്ന അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് എങ്ങനെയാണ് പ്രതികരിക്കുക? അവരെ പറ്റി പ്രതികരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അവരെ പറ്റി മനസ്സിൽ കരുതുക? എന്നോടിപ്പോൾ ഒരാളും ഉണ്ടില്ലെങ്കിൽ ഞാൻ മിണ്ടണ്ട. അയാൾക്ക് ഒന്നുമല്ലോ ചിലപ്പോൾ അയാളുടേതായ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ അയാൾ സാമ്പത്തികമോ അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് പോവുമായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ആശുപത്രി കേസോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോവുമായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വയ്യ, എനിക്കിപ്പോൾ മിണ്ടാൻ വയ്യ, എന്താപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കണേ എന്താപ്പോൾ എന്നും കാണുന്നവരോട് എന്താപ്പോൾ ചോദിക്കണേ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോഴേ അറിഞ്ഞുകൊണ്ട് ചോദിക്കും, എന്നിപ്പോൾ എന്താ ചോദിക്കണേന്ന് ചോദിക്കുന്നതിന് പറയുക ഞാൻ മറുപടി. അതായത് കുളിക്കാനായിട്ട് കുളങ്ങളിലേക്കൊക്കെ പോകുന്നൊരു കാലമുണ്ട്. ബാത്റൂം നമ്മുടെ സ്വന്തം കുളിമുറിയിലല്ലാണ്ട് കുളിക്കാനായിട്ട് തലയിൽ എണ്ണയും തേച്ച് സോപ്പ് വെട്ടിയും തോർത്തുമായിട്ട് പോകുന്ന ആ കുളിക്കാനാണോ എന്ന് ചോദിക്കും. ആ അതെ എന്ന് പറയും. എന്താണോ കണ്ടില്ലേ? ഇന്നലെ നമ്മൾ സിനിമ കാണില്ലേ, കിഷ്കിന്ത കണ്ടത്തില്ല, കാരണം ഒരു ചൂടാണ പോലെ കണ്ടാൽ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നില്ല, അല്ലേ? ഇതൊക്കെ സംബന്ധിച്ച് 3-4 ഘടകങ്ങൾ പറഞ്ഞപ്പോൾ ആശുപത്രി പ്രശ്നമാവാം, എന്താ സാമ്പത്തിക പ്രശ്നമാവാം, ചിന്തിച്ച് പോകുമായിരിക്കും, പിന്നെ എന്താ പത്രം ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും അല്ലാണ്ട് വരുന്ന ആ ടീച്ചർ അല്ലെങ്കിൽ ആ ആള് ഞാനും ഒരു വർഷം മിണ്ടില്ല എന്ന് തീരുമാനിക്കുന്നവരുണ്ടാവില്ലേ? ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. എല്ലാവരും ചിലപ്പോൾ നമ്മളെ പറ്റി പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മളെ പറ്റിയിട്ടാവും ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നിർത്തി കറണ്ട് പോയ പോലെ സ്റ്റോപ്പാവും. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാലും നമ്മളതിനനുസരിച്ച് പ്രതികരിക്കാൻ പോകില്ല. ഇവിടെ പോകുമ്പോൾ ബോധമില്ലാത്തവരെന്തൊക്കെ കാണിക്കുന്നുണ്ട്, അത് കാര്യങ്ങളും മൈൻഡ് ചെയ്യാറുണ്ടോ? നമ്മൾ തത്സമയം അതിന് പ്രതികരിക്കാൻ പാടില്ല, പ്രതികരിക്കണില്ല. തത്സമയം പ്രതികരിക്കണില്ല എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മളെ പോസിറ്റീവായിട്ട് ഉള്ളൊരു കാര്യങ്ങൾ പഠിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇത്തരം നമ്മളുള്ള ഇൻസൾട്ടുകളോ? ഇന്നലെ ടീച്ചർ പറഞ്ഞിട്ടു, ഫേസ്ബുക്കിൽ വായിച്ചാണ്, ചെറുപ്പം തൊട്ടേ അവരെ മുടി കുറവ്, തടി കൂടുക, നിന്നെക്കാരെ പ്രേമിക്കുക, നീയൊക്കെ ഉണ്ടോ ഡിഗ്രി പാസ്സാവണോ എന്നതിനെ പറ്റി വളരെ കഷ്ടം തോന്നിയത്. അത് എന്നെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞായിരുന്നു. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും തുന്നൽ പഠിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിച്ച് വിടാം, തുന്നലിന് വിടാം, തീരെ പഠിക്കില്ല എന്നൊക്കെ കുട്ടികളുടെ മുഖത്ത് നോക്കി പറയാ. വീട്ടുകാരോ ബന്ധുക്കളൊക്കെ ആരാണെങ്കിലും പിന്നെ ആ ടീച്ചർ പറഞ്ഞു അവരെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കട്ട് ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത്, നമ്മളോട് അങ്ങനെ എല്ലാവർക്കും സർവസമ്മതനാവണമെന്ന് അങ്ങനെ വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മള് ഇലക്ഷൻ നിൽക്കണമെന്നില്ലല്ലോ, എല്ലാവരും നമ്മളോട് മിണ്ടിക്കോളണം എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഓരോ രീതികളും ഒക്കെ ഉണ്ടാവും. അതെ അതെ. പക്ഷെ ഞാൻ ഇപ്പൊ ചോദിച്ചു, പോസിറ്റീവായിട്ട് പറയുമ്പോൾ ഈ പോസിറ്റിവിറ്റി, പിന്നെ നമ്മള് എന്തുകൊണ്ട് നമ്മളോട് മിണ്ടണില്ല എന്നങ്ങനെ ഒരു തോന്നൽ അവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ ഗവേഷണം നടത്തണ്ട, അല്ലേ? തല പകയണ്ട, ഇയാളിപ്പോ എന്നോടൊന്നും മിണ്ടാത്ത. അല്ല, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിലല്ലേ നമുക്ക് അങ്ങനെയുള്ളൊരു തോന്നുന്നത്. അല്ലെങ്കിൽ വെറുതെ നടക്കരുത്, നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളും പോവുകയല്ലേ. അതെ, അവരുടെ നോട്ടമോ സംസാരമോ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടേതായ തിരക്കുകളുണ്ട്, പണികളുണ്ട്, അല്ലേ? അപ്പോൾ ഞാനൊരു വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാനാണ് ഉദ്ദേശിക്കുന്നത്.
നമ്മളെ എല്ലാവരും ഈ വിഷ് ചെയ്യുന്നത് ബോറും പരിപാടികൾ. വരുന്നു, ഒന്ന് എണീറ്റ് നിൽക്കുക, അല്ലെങ്കിൽ ബഹുമാനം കാണിക്കുക, സംസാരം നിർത്തുക. അതിനേക്കാൾ നല്ലത് കുറച്ചൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തിരിഞ്ഞു നിൽക്കണം. അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്, നമ്മുടെ ഒരു അസ്തിത്വമാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു അംഗീകരിക്കലാണ്. കാരണം അയാൾക്ക് നമ്മളെ കാണുമ്പോൾ എന്തുണ്ട്, വിഷമുണ്ട്. അല്ല, അങ്ങനെ ചിന്ത എവിടെ ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. ചില സത്യങ്ങളൊന്നും എല്ലാവരും ചിലപ്പോൾ തുറന്നു പറഞ്ഞൊന്നും വരില്ല. മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ അവര് മിണ്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് മാറി നിന്ന് പറയണ്ടാവും. അപ്പോൾ അതും വലിയ കാര്യത്തില്ല. അപ്പോൾ എല്ലാവരും കാണുമ്പോഴും ഒന്ന് ചിരിക്കുക. ഇപ്പൊ നമ്മുടെ ജപ്പാനീസിന്റെ ഒരു ജീവിതശൈലി, അവരെപ്പോഴും ഇക്കിഗായി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവരെപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കും. അതുപോലെ എവിടെ വെച്ചിട്ട് ആരെ കണ്ടു കഴിഞ്ഞാൽ ഹായ് പോയി ഒരു കണ്ടു എന്ന് നടിക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. മാത്രമല്ല അവരുടെയൊക്കെ നാട്ടിൽ ഗൃഹസന്ദർശനങ്ങളും ഒക്കെ ഉണ്ട്. വീടുകളിൽ പോവുക, നടത്തം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോ വീട്ടിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അതൊന്നും ഇല്ലെങ്കിൽ മലബാറിലേക്കാണ്. ഒരു തൃശ്ശൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തലയാട്ടിക്കൊണ്ടുള്ള ഒരു വിഷിങ് കണ്ടിട്ടുള്ളത്. തെക്കോട്ടൊക്കെ അതില്ല. തെക്കോട്ട് പോകുന്നതോറും കുറച്ചും കൂടെ സങ്കുചിത, ഫ്രണ്ട്സൊക്കെ തമ്മിലൊക്കെ ഉണ്ടായിരിക്കുക, ഹായ് പോയി എന്നൊക്കെ. ഫ്ലാറ്റുകളിലും ഫ്ലാറ്റ് ലൈഫും ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒരു ഇടുങ്ങിയ മട്ടില്ല. പക്ഷെ അവിടെ ഉണ്ട് അവർക്ക് ഗ്രൂപ്പുകളും കലാപരിപാടികളും അവതരിപ്പിക്കലും. ആ ഗ്രൂപ്പ് ഗ്രൂപ്പ് പോട്ടെ, നമ്മൾ വ്യക്തി ടു വ്യക്തി ഒരാളിപ്പോൾ എനിക്കറിയാം, നടന്നു പോകുമ്പോൾ നമ്മളെ അവിടെ സംസാരിക്കേണ്ട വെച്ചിട്ട്, കാരണം വൈരാഗ്യം കൊണ്ടൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ അയാൾ ജോലിക്കാരനാവാം, മലയാളി ആവില്ല. അതില് ഞാനൊരു പടി കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമ്മളും നമ്മുടേതായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സമയമുണ്ടെങ്കിൽ, നമ്മളറിയുന്ന വ്യക്തിയാണെങ്കിൽ ഒന്നിച്ചിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഹായ് കൊടുക്കണതിൽ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അത് തിരിച്ചിങ്ങോട്ട് കിട്ടിയില്ല എന്നും വരും. അപ്പോഴും അതിനെ പറ്റിയിട്ട് ആവശ്യമൊന്നുമില്ല. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ഒരാളുടെ കൂട്ടുകാരെ കണ്ടിട്ട് അയാളെ സ്വഭാവം നിശ്ചയിക്കുക എന്ന് പറയാറുണ്ട്. ഒരു വ്യക്തി ആരോടൊക്കെയാണ് ഇടപഴകുന്നത് എന്നതിനെ നിരീക്ഷിച്ചുകൊണ്ട് അയാളുടെ സ്റ്റാൻഡേർഡ് നമുക്ക് അളക്കാം. അതേപോലെ തന്നെ എൻ്റെ ഒരു എളിയ കണ്ടെത്തലാണ്, ഒരാളോട് ആർക്കൊക്കെ ശത്രുത ഉണ്ട്, എന്നോട് കുഴപ്പമുണ്ടല്ലേ എന്ന വ്യക്തി മിണ്ടുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ആ വ്യക്തി മോശക്കാരനാണെന്ന് വെച്ചാൽ അതെനിക്കൊരു ക്രെഡിറ്റാണ്. നല്ല എല്ലാം കഴിഞ്ഞ ഒരു സെലിബ്രിറ്റി ആയ, അല്ലെങ്കിൽ എല്ലാവർക്കും അടുപ്പം ഉള്ള ആളെ എന്നെ മൈൻഡ് ഒഴിവാക്കിയെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ്. നേരെ മറിച്ച് ഒന്നുമില്ലാതെ എന്നെ ഒരാൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്കൊരു ക്രെഡിറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മളുടെ അസ്തിത്വം, നമ്മളുടെ നിലനിൽപ്പ് കൂടി വ്യക്തമാക്കുകയാണ്. നമ്മളെ കാണുമ്പോൾ ഒരാൾ തിരിഞ്ഞു നിന്നാൽ അത് നമ്മളുടെ ഒരു കഴിവാണ് എന്നാണ്. അതൊരു വികലമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അത് എല്ലാവരുടെയും അങ്ങനെയുള്ള ചിന്താഗതിയുള്ളൊരു വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ നമ്മൾ ചേരുന്ന നമുക്ക് ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ സംഘങ്ങളോ ഫ്രണ്ട്സോ, അതല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള മെമ്പേഴ്സ് തന്നെയെങ്കിൽ, ഇപ്പം നമ്മളൊരു നല്ലൊരു ഗ്രൂപ്പിൽ ചെന്നുപെടുകയാണെങ്കിൽ, നമ്മൾ നല്ലൊരു സാത്വികന്മാരുടെ ഒരു ഗ്രൂപ്പിൽ ചെന്നുപെട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളും അതിലേക്ക് ആയിപ്പോവും. അതല്ല നമ്മളൊരു ചീത്ത ഗ്രൂപ്പിലാണ് ചെന്നുപെടണമെങ്കിൽ നമ്മളും അതിൽ ചേർന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. പോവും എന്നാണ് പറയുന്നത്. ഇന്നലെ ഒരു യോഗത്തിൽ വായനശാലയുടെ യോഗത്തിൽ പറയണ്ടായി, നമ്മുടെ ഉള്ളിൽ 2 തരം വ്യക്തികളുണ്ടെന്ന്. അതെ, അത് ശരിയാണോ? തോന്നുന്നുണ്ടോ? നമ്മൾ പുറമേക്ക് ഒന്നും അകത്ത് വേറൊന്നും. നമ്മുടെ ഉള്ളിൽ തന്നെ ബോധമനസ്സും ഉപബോധ മനസ്സും ഉണ്ടല്ലോ. ബോധമനസ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടികൾ, അതിനൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് ഉപബോധ മനസ്സ്. അവിടെ വേറെ പല കളികളും നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ ചിലരിത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്, അതായത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, ചിലർക്കത് വളരെ ചെറിയ തോതിലാണ്. ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വല്ലാതെ കൂടുമ്പോൾ അത് നാട്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കും. നാട്ടിലേക്ക് പോണത് വീട്ടില്
വീട്ടിൽ പ്രശ്നങ്ങളുള്ളവർ തന്നെയാണ്, പക്ഷെ നാട്ടിൽ പ്രശ്നം ഉണ്ടാകില്ല. കാരണം നാട്ടുകാരെ പേടി ഉണ്ടാവും ചിലപ്പോ. വീട്ടിലെന്തോ ആവാലോ, ആരും അറിയണില്ലല്ലോ. അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ സ്ത്രീകളാവും ഉണ്ടാവുക, ചിലപ്പോൾ ഒരു അമ്മയച്ഛനും കുട്ടികളെന്തോ ആവട്ടെ എന്ന് വെച്ചിട്ട് അറിയിക്കണ്ടാവുക. അമ്മയ്ക്ക് പിന്നെ അത് സഹിക്കല്ലാണ്ട് വേറെ പാകമല്ലോ. അതെ. പിന്നെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്തോ പറഞ്ഞ പോലെ എല്ലാം വീട്ടിൽ നിന്ന് തുടങ്ങണം അല്ലേ? വീട്ടിൽ നിന്ന് നല്ല ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അതിൽ തുടങ്ങണം. കതിരിന് വെള്ളം വലിച്ചിട്ട് കാര്യമില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ 60 വയസ്സാകുമ്പോഴല്ല തുടങ്ങേണ്ടത്. അത് ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും ഇപ്പം നല്ല കാര്യങ്ങളും എല്ലാം നല്ലോണം കിട്ടണില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് അവിടെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല വീടുകളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന പല സ്വഭാവമുള്ള കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ചീത്ത സ്വഭാവം കണ്ടു പഠിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഒരു കാര്യമുണ്ട്, വീട്ടില് രാജാവായിട്ടാണ് കുട്ടികൾ വളരുന്നത്. അവര് പുറത്ത് മറ്റു കുട്ടികളോട് ഇടപഴകാൻ, അവരെ അംഗീകരിക്കാൻ, അവർക്ക് അവസരം കൊടുക്കാൻ ഒക്കെ ഇത്തിരി വിമുഖത കാണിക്കും. അതൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അധ്യാപകർ നേരെയാക്കാറുണ്ട്. അതിനുള്ള ഷെയറിങ്ങിനുള്ള പല പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വന്നാലുള്ള കാര്യങ്ങളാണ്. സമൂഹമാണ് കൂടുതൽ ദുഷ്പ്രവണതകൾ. അതെ, അതുപോലെ രാഷ്ട്രീയം മാത്രമല്ല, മനുഷ്യ ജീവിതം എന്ന് പറയേണ്ട ഒന്നുണ്ട്. വെറും ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലോ ഉള്ളത് മാത്രമല്ല മനുഷ്യജന്മം. അത് കുട്ടികളൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കാനും അവരുമായിട്ട് ആശയവിനിമയം നടത്താനും ഇടപാടുകൾ നടത്താനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ എന്നെ പാർട്ടിയിൽപ്പെട്ടവരെ മാത്രം കല്യാണം ക്ഷണിച്ചാൽ മതി, എന്നെ പാർട്ടിയിൽപ്പെട്ടവരുടെ മാത്രം പോയാൽ മതി, അതൊക്കെ വൃത്തികെട്ട ചിന്താഗതി. അതെ, പോവാതിരിക്കുക, അതൊക്കെ വളരെ മോശമാണ്. വളരെ മോശം തന്നെയാണ്. രാഷ്ട്രീയം ഉണ്ടാവാം വോട്ട് ചെയ്യുമ്പോൾ, പക്ഷെ മറ്റേ അയൽക്കാരൻ്റെ രാഷ്ട്രീയം വേറെ ആണെങ്കിൽ അയാളെ നമ്മൾ ഉൾക്കൊള്ളുന്നേ വേണം. അതെ, അതിനെ പറയണം.